ഹലോ എവരിവൺ, നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയിൽ നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി ആൻഡ് ക്രൂഡ് ഓയിലിൻ്റെ അനാലിസിസ് ചെയ്യും. ഓക്കെ, സോ ഇതിനകത്ത് ഷെയർ ചെയ്യുന്ന അനാലിസിസ് ലെവൽസ് എല്ലാം ലേണിംഗ് പർപ്പസ് ലെവൽസ് ആണ്. പിന്നെ ഇനി വേറെ ലെവൽസ്, വേറെ ചാർട്ട്സിൻ്റെ അനാലിസിസ് നിങ്ങൾക്ക് വേണമെങ്കിൽ കമൻറ്റ് സെക്ഷൻ കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ സെൻസെക്സ് ആൻഡ് മിഡ് ക്യാപ് നിഫ്റ്റിയുടെയും ഐ തിങ്ക് ഡെയിലി അപ്ഡേറ്റ് ഞാൻ ചെയ്യാം. അതാണ് കുറച്ചുകൂടി ബെറ്റർ. ഡെയിലി ലെവൽസ് ഞാൻ അതിൽ ഇട്ടേക്കാം. ഒത്തിരി പേര് ചോദിക്കാറുണ്ട്, ബട്ട് കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്യണം. അപ്പോഴേ എനിക്ക് ഒരു കറക്റ്റായിട്ട് ഡെയിലി വേണമെങ്കിൽ ഡെയിലി ഒരു വീക്ക്ലി 2 പ്രാവശ്യം മതിയാണെങ്കിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ അതൊന്ന് കമൻറ്റ് ചെയ്യണം. അപ്പോഴേ എനിക്കത് കറക്റ്റായിട്ട് അറിയാൻ പറ്റുള്ളൂ നിങ്ങൾ ഡെയിലി ട്രേഡ് ചെയ്യുന്നുണ്ടോ ഇല്ല എന്നതിനകത്ത്, മിഡ് ക്യാപ്പിലോ ഓർ സെൻസെക്സിലൊക്കെ. ഓക്കെ, നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. നിഫ്റ്റി, ഇത് ഓവറോൾ സ്ട്രക്ചറാണ് നിഫ്റ്റിയുടെ. ഓക്കെ, സോ ഞാനിത് ലാസ്റ്റ് വീഡിയോയിൽ നിങ്ങളുടെ കൂടെ ഷെയർ ചെയ്തായിരുന്നു ഈ ഒരു ചാർട്ട്. ദാറ്റ് മീൻസ് നിഫ്റ്റി ഇപ്പോൾ ഉള്ളത് ഈ ഓവറോൾ ഈ ഒരു ചാനലിലാണ് ഇപ്പോൾ ഉള്ളത്. ഓക്കെ, സോ ഈ ഒരു പോർഷൻ ഇത്ര വലിയൊരു ഗ്രീൻ ക്യാൻഡിൽ നമ്മുടെ ലാസ്റ്റ് ഡേ ഉണ്ടായിരുന്നു. അവിടെയാണ് ഞാൻ പറഞ്ഞേക്കണേ, അവിടെയാണ് ഞാൻ നിങ്ങളുടെ കൂടെ ഷെയർ ചെയ്തായിരുന്നു. ഫസ്റ്റ് ഞാൻ റീട്രേസ്മെൻറ്റ് താഴേക്കാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്, റൈറ്റ്? നിങ്ങൾ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ലാസ്റ്റ് വീഡിയോ പോയി കാണണം നിഫ്റ്റി അനാലിസിസിൻ്റെ. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റും. ദാറ്റ് മീൻസ് നമ്മുടെ ഫസ്റ്റ് റീട്രേസ്മെൻറ്റ് താഴേക്കാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് ആൻഡ് പ്രൈസ് ഇപ്പോൾ താഴേക്ക് തന്നെ വന്നുകൊണ്ട് ഇരിക്കുകയാണ്. ഓക്കെ, കാരണം റീസൺ എന്തായിരുന്നു? ഇത് ഫസ്റ്റ് വേവാണ്. ഇത് ഇവിടുന്ന് സെക്കൻഡ് ആൻഡ് തേർഡ് പോയിക്കൊണ്ടിരിക്കുന്നതാണ്. ആ ഫോർത്ത് വേവിൻ്റെ ഫോളാണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തത്. പ്രൈസ് സ്ലോലി താഴേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഫോർത്ത് വേവിൻ്റെ ഫോൾ ഇങ്ങനെ 3 മൂവ്സിലാണ് വരാറുള്ളൂ. ഓക്കെ, എങ്ങനെ 3 മൂവ്സ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഫസ്റ്റ് മൂവ്, സെക്കൻഡ് മൂവ് ആൻഡ് തേർഡ് മൂവ് വന്നുകൊണ്ടിരിക്കുന്നുള്ളൂ. ഓക്കെ, സോ അത് ശ്രദ്ധിക്കാനുള്ളതാണ്. തേർഡ് മൂവ് വന്നുകൊണ്ടിരിക്കുന്നത് എത്ര വരെ പോകും അതാണ് നമുക്ക് നോക്കാനുള്ളത്. മേ ബി മൺഡേ ഈ ഒരു പോർഷൻ ഇതിൻ്റെ ബിലോ പ്രൈസ് സസ്റ്റെയിൻ ആവുകയാണെങ്കിൽ, ഈ ലെവലാണ് 23,930 to 900 ഏരിയ ഫുൾ ഇങ്ങനെ വെച്ചോളൂ. അതിന് ബിലോ പ്രൈസ് സസ്റ്റെയിൻ ഫെർദർ ഫോൾ നമുക്ക് താഴേക്ക് കിട്ടും. അത് 750 വരെയൊക്കെ പോകാനുള്ള ചാൻസസ് ഉണ്ടാകും. ഓക്കെ, സോ ഇടയ്ക്കൊരു സപ്പോർട്ട് ലെവൽ വരുന്നത് ഇതുകൂടിയാണ് 820. ഇത് ഈ ഒരു ഏരിയ. ഓക്കെ, ഇതൊരു സപ്പോർട്ട് സോൺ കൂടിയാണ് ഇടയ്ക്കൊരു പറയുന്നത്. ഓക്കെ, സോ അത് ശ്രദ്ധിക്കാനുള്ളത്. ദെൻ അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ ഇവിടുന്ന് ഒരു ബൈ നോക്കുന്നുള്ളൂ. ഫിഫ്ത്ത് വേവിൻ്റെ ബൈ ആണ് ഞാൻ ഇവിടെ നോക്കുന്നത്. 1 2 ഇത് 3 ഫുൾ ടോപ്പ് അടിച്ചു 3 ആൻഡ് 4th താഴേക്ക് വന്നുകൊണ്ടിരിക്കുക ആൻഡ് ബൈങ് ഒരു ജനറേറ്റ് ആകും. എവിടെ നിന്നാണ് നോക്കേണ്ടത്? ദെൻ ആണ് 5th വരുള്ളൂ. പക്ഷേ അതിൻ്റെ ഇതുവരെ ഒരു കൺഫർമേഷൻ ഇല്ല. തേർഡ് വേവിൽ ഞാൻ റെഗുലർലി നിങ്ങളുടെ കൂടെ ഷെയർ ചെയ്യുന്ന നമ്മുടെ ലേണിംഗ് വീഡിയോസിൽ ഞാൻ പറയാറുണ്ട്. ഫോർത്ത് വേവാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുക. ഫോർത്ത് വേവിൽ പാറ്റേൺ ഫോം ആവുന്നത് ഏതൊക്കെയാണ്? 333 കറക്ഷൻ ആൻഡ് ട്രയാങ്കിൾ പാറ്റേൺ. ഓക്കെ, സോ 333 ഒരു ഫോമിങ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ടോ? 333 കറക്ഷൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ കാണണം. പ്ലേലിസ്റ്റിൽ ലേണിംഗ് വീഡിയോസിൽ ഇഷ്ടംപോലെ ലേണിംഗ് വീഡിയോസും ഡിഫറെൻ്റാണ്, വെറൈറ്റിയാണ്. മസ്റ്റായിട്ട് നിങ്ങൾ ആ വീഡിയോസ് കാണണം. കാരണം ആ വീഡിയോസ് നിങ്ങൾ നോർമൽ ചാനൽസിൽ നിങ്ങൾക്കത് കിട്ടത്തില്ല. ഓക്കെ, അത് റെയറാണ്. ഉണ്ടാവുമായിരിക്കും, ഞാൻ ഇല്ലയെന്ന് പറയുന്നത്. കാരണം മൊത്തം എല്ലാവരുടെ യൂട്യൂബ് ചാനൽസിലേക്ക് അതൊന്നും നോക്കാൻ പറ്റത്തില്ല. സോ ഇങ്ങനത്തെ, ബട്ട് ഞാൻ യൂഷ്വലി നോർമൽ ചാനൽസിൽ അങ്ങനത്തെ ഒരു വീഡിയോസ് കണ്ടിട്ടില്ല. സോ പ്ലീസ് അത് കാണണം. കണ്ടാലും നിങ്ങൾക്ക് മാർക്കറ്റിൽ ആക്ച്വൽ അവസ്ഥ എന്താണ് നിങ്ങൾക്കത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഓക്കെ, മാർക്കറ്റ് ആക്ച്വലി മൂവ്സ് ഇങ്ങനെയാണ് നടക്കാറുള്ളൂ. എലിയറ്റ് വേവിൻ്റെ ബേസിൽ എല്ലാം മൂവ്സ് ഇങ്ങനെയാണ് നടക്കുകയുള്ളൂ. ഓക്കെ, സോ ആ ഒരു ഫോർത്ത് വേവ് താഴേക്ക് വന്ന് ദെൻ ഒരു ബൈങ് ജനറേറ്റ് ആകുമ്പോഴത്തേക്കാണ് 5th വേവിൻ്റെ മൂവ് സ്റ്റാർട്ട് ആവുള്ളൂ. ഇപ്പോൾ നമ്മൾ 4th വേവിലാണ് ഉള്ളത്. ഓക്കെ, പിന്നെ വേറൊരു കാര്യം, ഈ ഒരു ഫോൾ ജനറേറ്റ് ആയില്ലേ, അതും നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു ഫോൾ കൊണ്ടോ ഇവിടുന്ന് അതും ജനറേറ്റ് എങ്ങനെയെന്ന് നമ്മൾ വേവ്സ് നോക്കുകയാണെങ്കിൽ വേവ് ഇത്ര മൂവ് ഉണ്ടാവാറുണ്ട്. 5 മൂവാണ്. ബട്ട് കണ്ടോ, ഫസ്റ്റ് മൂവ്, സെക്കൻഡ് മൂവ്, തേർഡ് മൂവ്. ഓക്കെ, പിന്നെ ഇതിൻ്റെ അകത്ത് 4 on 5 മൂവ്സ് ഒക്കെ ഉണ്ടാവും. ഇതാണ് മീൻസ് ഒരു ഫസ്റ്റ് മൂവ് കഴിഞ്ഞാൽ ദെൻ ഒരു ബൗൺസ് വരും.
ഓക്കെ, സെക്കൻഡ് മൂവ് ആൻഡ് തേർഡ് മൂവ്. അങ്ങനെ മൂവ്സിലാണ് ഓൾറെഡി എല്ലാം മാർക്കറ്റിൻ്റെ സ്ട്രക്ചർ മൂവ് ആവാറുള്ളൂ. മൂവ്സാണ് എല്ലാം ഡിപ്പെൻഡ്. ഇപ്പോൾ ഇത് കണ്ടോ, ഇവിടെ ഈ ഒരു ഫോൾ ഇവിടെ നിന്ന് ഇവിടെ വരെ വന്നു ആൻഡ് ദെൻ ഗ്രീൻ ക്യാൻഡിൽ ഫോം ആയി. ഓക്കെ, ഗ്രീൻ ക്യാൻഡിൽ ഫോം ആയപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാമെന്നറിയാമോ? ഇവിടുന്ന് ഒരു ഫിബനാച്ചി നമുക്ക് വെക്കാം. ഇവിടുന്ന് ബോട്ടം ടു ടോപ്പ്. ഓക്കെ, ഫിബനാച്ചി നമ്മൾ വെക്കുകയാണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റും എവിടെ വരെ പോയേക്കാനാണ്. ഗോൾഡൻ റേഷ്യോ വരെ പോയിട്ടുണ്ടായിരുന്നു കണ്ടോ. ദെൻ അവിടുന്ന് ഒരു സെല്ലിംഗ് പ്രഷർ ജനറേറ്റ് ആയി. സോ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഒരു ബൗൺസ് എവിടെ വരെ വരാൻ പറ്റും. ഒരു ബൗൺസ് ഗോൾഡൻ റേഷ്യോ വരെ അല്ലേ നോർമലി വരാവുള്ളൂ, 38.20%. കണ്ടോ. സോ ബൗൺസ് അവിടെ വരെ വന്നു ആൻഡ് ദെൻ വീണ്ടും സെല്ലിംഗ് പ്രഷർ ജനറേറ്റ് ആയി. ഓക്കെ, സോ ഒരു ലെഗ് കറക്റ്റായിട്ട് നിങ്ങൾക്ക് പിടിക്കാൻ പറ്റും. നിങ്ങൾ ആ ഒരു ലെഗ് എങ്ങനെ പിടിക്കണമെന്ന് അതിൻ്റെ ഒരു വീഡിയോസ്, ലേണിംഗ് വീഡിയോസ് നിങ്ങളും എൻ്റെ ചാനലിൽ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ കൂടെ ഞാൻ ആ ഒരു അനാലിസിസ് കാര്യങ്ങളൊക്കെ. സോ നിങ്ങൾ ശരിക്കും അത് കാണണം, ആ ഒരു വീഡിയോസ് കാണണം. കണ്ടാലേ അതിൻ്റെ ഒരു ഡീപ്പ് നോളജ് നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. ഓക്കെ, സോ നെക്സ്റ്റ് ഇനി ഇതിനകത്ത് വേറെ പ്രത്യേകിച്ച് എനിക്കൊന്നും പറയാനില്ല. താഴേക്ക് വന്നാൽ ഞാനിപ്പോൾ കാണുന്നത് ഇതിൻ്റെ അകത്ത് കൺസോളിഡേഷൻ ആണ്. ഓക്കെ, കൺസോളിഡേഷനാണ് ഈ ഒരു ട്രിപ്പിൾ 3 കറക്ഷൻ ആണെങ്കിൽ ഇത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ മാത്രമേ പ്രൈസ് ഇതിൻ്റെ അകത്തുണ്ടാവുള്ളൂ. ഓർ ഇതിൻ്റെ ബിലോ സസ്റ്റൈൻ ആവാൻ തുടങ്ങിയാൽ പിന്നെ പ്രൈസ് ചിലപ്പോൾ താഴേക്ക് വരും. താഴേക്ക് വന്നിട്ട് ഇവിടെ 3 കറക്ഷൻ ചെയ്യുമോ ഓർ ട്രയാങ്കിൾ ഉണ്ടാക്കിയിട്ട് പിന്നെ അതിൻ്റെ ബ്രേക്ക് ഔട്ട് തരുമോ ഇല്ല. അങ്ങനെയാണ് യൂഷ്വലി മാർക്കറ്റ് പോകാറുള്ളൂ. 90% അങ്ങനെയാണ്. ഓക്കെ, ഓരോരോ വേവിൻ്റെ ഓരോരോ പാറ്റേൺസ് ഉണ്ടാവും. ഫസ്റ്റ് വേവ് ഒക്കെ ഞാൻ നിങ്ങളുടെ കൂടെ ഷെയർ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് വേവിൽ എത്ര മൂവ്സ് ഉണ്ടാകും? 5 മൂവ്സ്. സെക്കൻഡ് വേവ് താഴേക്ക് വരും, 3 മൂവ്സിലാണ് താഴേക്ക് വരാറുള്ളൂ. ഓക്കെ, ഒക്കെ ലൈവ് മാർക്കറ്റിൽ ലൈവ് എക്സാമ്പിൾസ് നിങ്ങളുടെ കൂടെ നിങ്ങൾക്ക് മാർക്കറ്റിൽ കിട്ടും. ഓക്കെ, നിങ്ങൾ ട്രാക്ക് ചെയ്താൽ മതി. ഇത് കണ്ടോ, ഇവിടെ 1 2 3 4 and 5 മൂവ്സ്. ഇതിൻ്റെ അകത്ത് കുഞ്ഞു മൂവ്സ് ഉണ്ട്. താഴേക്ക് വന്നപ്പോൾ 1 2 3 മൂവ്സിലാണ് താഴേക്ക് വന്നത് സെക്കൻഡ് വേവ്. ആൻഡ് ഫിഫ്ത്ത് വേവ് എത്ര മൂവ്സിൽ പോയി? 1 2 3 4 and 5. കണ്ടോ, 5 മൂവ്സിലാണ് ഈ ഫിഫ്ത്ത് വേവ് മുകളിലേക്ക് പോയേക്കുന്നത്. ഇവിടുന്ന് ഈ ഒരു റെഡ് ക്യാൻഡിൽ ഇവിടുന്ന് 1 2 3 4 and 5. ഇതൊക്കെ എല്ലാം നോർമൽ മാർക്കറ്റിൽ നോർമൽ സ്ട്രക്ചർ നിങ്ങൾക്ക് അത് നോർമലി എല്ലാ ചാർട്ട്സിലും നിങ്ങൾക്ക് അത് കിട്ടും. ഓക്കെ, സോ ഇതിപ്പോൾ വരുന്നത് താഴേക്ക് വരുന്നത് അങ്ങനെ തന്നെയാണ്. 1 2 3 മൂവ്സിലാണ് താഴേക്ക് വരുന്നത്. ബട്ട് മൂവ്സ് ഇതിനകത്ത് കൂടാം. റീസൺ എന്താ? ഇതിനകത്ത് പാറ്റേൺ ഫോം ആവുന്നത് ഏത് പാറ്റേൺസ് ആണ്? 3 കറക്ഷൻ ആൻഡ് ട്രയാങ്കിൾ പാറ്റേൺസ്. ഓക്കെ, സോ ഇതിനകത്ത് മൂവ്സ് കൂടാനുള്ള ചാൻസസ് ഉണ്ടാകും. ഓർ നേരെ നമ്മുടെ കയ്യിലല്ല, ഇതൊക്കെ എല്ലാം ഓപ്പറേറ്റേഴ്സിൻ്റെ കയ്യിലാണ്. അവർ ട്രാപ്പ് ചെയ്യാൻ വേണ്ടി പല ഐഡിയാസ് അവർ യൂസ് ചെയ്യാറുണ്ട്. അപ്പം നമുക്ക് കുറച്ച് അറിവുള്ളൂ, നമ്മൾ കുറച്ചാണ് പഠിച്ചേക്കുന്നത്. ബട്ട് അതിനകത്ത് നമുക്ക് ഒരു സെക്കൻഡ് ഓപ്ഷൻ നമ്മുടെ കയ്യിലുണ്ട്. ദാറ്റ് മീൻസ് അവർ ട്രാപ്പ് ചെയ്യും. ഇതാണ് നോർമലി ദാറ്റ് മീൻസ് 3 മൂവിൽ താഴെ വരും. ആൻഡ് ഇവിടെ നോർമലി ഇതാണ്. പക്ഷേ നമുക്ക് അതും അറിയാം, ഇവിടെ ഒരു 3 കറക്ഷൻ ഓർ ട്രയാങ്കിൾ പാറ്റേൺ ഒക്കെ ഉണ്ടാക്കാനുള്ള ചാൻസസ് ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ബ്രേക്ക് ഔട്ട് ആകുമ്പോഴത്തേക്കും 3 കറക്ഷൻ ഓർ ട്രയാങ്കിളിൻ്റെ ബ്രേക്ക് ഔട്ട് ആകുമ്പോഴത്തേക്കാണ് ഫെർദർ മൂവ് നമുക്ക് മുകളിലേക്ക് കിട്ടുള്ളൂ, ഫിഫ്ത്ത് വേവ്. സോ നമുക്ക് എന്താ നമുക്ക് ഇവിടെ ചെയ്യേണ്ടത്? ദാറ്റ് മീൻസ് പ്രൈസ് താഴേക്ക് വന്ന ബൈ ആണ് നോക്കേണ്ടത്, സെല്ലിംഗ് അല്ല. ഓക്കെ, സോ അത് ശ്രദ്ധിക്കണം. താഴേക്ക് വരുമ്പോൾ അങ്ങനെ തന്നെ. ഇപ്പോൾ പ്രൈസ് സപ്പോസ് താഴേക്ക് വരുവാണെങ്കിൽ ദാറ്റ് മീൻസ് ഇത് ഇവിടുന്ന് താഴേക്ക് വന്നില്ലേ, ഈ ഒരു റെസിസ്റ്റൻസ് ട്രെൻഡ് ലൈൻ ഇവിടുന്ന് മുകളിൽ ഇവിടുന്ന് കേട്ടോ. ഫസ്റ്റ് മൂവ്, സെക്കൻഡ് മൂവ്, ഇത് ഫുൾ തേർഡ് മൂവ് ആയിരുന്നു, റൈറ്റ്? ഫുൾ തേർഡ് മൂവ്, ഇവിടെ വരെ തേർഡ് മൂവ് ആയി. ദെൻ ഫോർത്ത് മൂവ് ആൻഡ് ഫിഫ്ത്ത് മൂവ്സ്. അങ്ങനെയാണ് മാർക്കറ്റിൻ്റെ ജനറൽ നോർമൽ മാർക്കറ്റ് സ്ട്രക്ചർ. അങ്ങനെ തന്നെയാണ്. താഴെ നിന്നായാലും മുകളിൽ നിന്നായാലും നമുക്ക് പിടിക്കാൻ അറിയണം. പിടിക്കാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ കറക്റ്റ് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് നമ്മൾ ഫൈൻഡ് ചെയ്യണം. ഓർ പോട്ടെ, നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും? ഫസ്റ്റ് മൂവ് കംപ്ലീറ്റ് ആയി, സെക്കൻഡ് താഴേക്ക് വന്നു. ദെൻ നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റും തേർഡ് ആൻഡ് ഫോർത്ത് ഫിഫ്ത്ത് മൂവ്സ് നമുക്ക് പിടിക്കാൻ പറ്റും. മീൻസ് അത് നല്ല ഹ്യൂജ് ആൻഡ് ലെങ്തി ആയിരിക്കും. ഓക്കെ, സോ ഇനി മണ്ടേത്തേക്ക് എനിക്ക് വേറെ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. യെസ്, ഇനി റെസിസ്റ്റൻസ് റെസിസ്റ്റൻസുകൾ കൂടി ഷെയർ ചെയ്തേക്കാം. ഇതാണ് ഒരു റെസിസ്റ്റൻസ് 24,130.
ഓക്കെ, പിന്നെ 24,000 നല്ലൊരു നമ്പറാണ്. ഞാൻ കമൻറ്റ് സെക്ഷനിൽ കമൻറ്റ് ചെയ്തായിരുന്നു. അത് ഫുൾ ഡേ ഒരു 24,000 വന്നപ്പോൾ ഫുൾ ഡേ ബ്രേക്ക് ചെയ്യാൻ പറ്റിയില്ല. ലാസ്റ്റിൽ ബ്രേക്ക് ചെയ്തു, പക്ഷേ ഒന്നും കിട്ടിയില്ല. 3 മണിയായപ്പോഴാണ് ബ്രേക്ക് ചെയ്തത്. 24,000 മനസ്സിൽ എന്തായാലും നമ്മൾ വെച്ചേക്കണം. 24,000 കണ്ടോ? യെസ്, 24,001. സോ ഇനി എന്തായാലും മൺഡേ ഞാനിപ്പോൾ കാണുന്നത് ഇതിൻ്റെ അകത്ത് തന്നെയാണ്. സൈഡ് വേസ് ടു നെഗറ്റീവാണ് മൺഡേ ഞാൻ കാണുന്നുള്ളൂ. ഓക്കെ, ഇനി നമ്മുടെ ബാങ്ക് നിഫ്റ്റി ലെവൽസിൽ കിടക്കാം. പ്ലീസ് ഇനി നമ്മുടെ ചാനൽ നന്നായിട്ട് ഗ്രോ ചെയ്യാൻ നിങ്ങൾ എല്ലാവരും കൂടി എന്നെ സഹായിക്കണം. എല്ലാവരും കൂടി ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. കാണുന്നുണ്ട് ആളുകൾ, ആകെ ലൈക്ക് 10-15 ലൈക്സ് ഉണ്ടാവുകയുള്ളൂ. ഇത്ര പേര് കാണുമ്പോഴത്തേക്ക് എല്ലാവർക്കും ഒരു റെസ്പോൺസിബിലിറ്റി, നിങ്ങൾ ലൈക്ക് ചെയ്യണം. ലൈക്ക് ചെയ്താലേ എനിക്കൊരു സന്തോഷം കിട്ടുകയുള്ളൂ, എനിക്കൊരു കോൺഫിഡൻസ് കിട്ടുകയുള്ളൂ. യെസ്, ഞാൻ ചെയ്യുന്ന അനാലിസിസ് ഓർ ഞാൻ ഷെയർ ചെയ്യുന്ന ഒരു വീഡിയോസൊക്കെ അതുകൊണ്ട് നിങ്ങൾക്ക് എന്തൊരു ഗുണമുള്ളൂ, ഓർ അതിൽ ആളുകൾ നന്നായിട്ട് സ്നേഹത്തോട് കാണുന്നുണ്ട് ആളുകൾ ഓരോരോ വീഡിയോസ്. അപ്പോഴാണ് എനിക്ക് നെക്സ്റ്റ് ഒരു വീഡിയോസ് ഉണ്ടാക്കാനുള്ള ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവുകയുള്ളൂ. ഓക്കെ, ബാങ്ക് നിഫ്റ്റിയിൽ ഞാൻ ഈ ഒരു ചാനൽ നിങ്ങളുടെ കൂടെ ഷെയർ ചെയ്തായിരുന്നു. ചാനലല്ല, ഇതെന്തായിരുന്നു, ഫസ്റ്റ് വേവ്. ഓക്കെ, ഫസ്റ്റ് വേവിൻ്റെ ഏത് പാറ്റേൺ ആണ്? ഇത് ലീഡിങ് ഡയഗണൽ പാറ്റേൺ ആണ്. ഞാൻ ലാസ്റ്റ് വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ എടുക്കണം, ആ വീഡിയോ എടുത്തിട്ട് ശരിക്കും കാണണം. കാരണം ഞാൻ ഈ ഒരു ടോപ്പിലായിരുന്നു ബാങ്ക് നിഫ്റ്റി, കണ്ടോ, ഇവിടെ ആയിരുന്നു. എന്നിട്ടാണ് ഞാൻ ഈ പറഞ്ഞ ലീഡിങ് ഡയഗണലാണ്. ഇവിടുന്ന് റെസിസ്റ്റൻസ് എടുത്ത് താഴേക്ക് വരാനുള്ള ചാൻസസ് ഉണ്ട്. അത് ബ്രേക്ക് ഡൗൺ ആയി കഴിഞ്ഞാൽ പ്രൈസ് താഴേക്ക് വരും. ഓക്കെ, സോ പ്രൈസ് അതുപോലെ തന്നെ മൂവ് ചെയ്യുന്നുണ്ട്, ചെയ്യാറുണ്ട്. നിങ്ങൾ ഇനി ശ്രദ്ധിക്കണം, അത്രേ ഉള്ളൂ, എനിക്കത് പറയാനുള്ളൂ. നിങ്ങൾ ഇനി ശ്രദ്ധിക്കണം. ഇത്രയ്ക്ക് ഓപ്പൺലി നിങ്ങളുടെ കൂടെ ഞാൻ ഓരോരോ ലെവൽസ് ഓരോരോ വീഡിയോസ്, ഓരോരോ മൂവ്സ് നിങ്ങളുടെ കൂടെ ഷെയർ ചെയ്യുന്നുണ്ട്. ഇനി മാർക്കറ്റ് അതിന് റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ടോ ഇല്ല എന്നതാണ് നിങ്ങൾക്ക് നോക്കാനുള്ളത്. ഫസ്റ്റ് 1-2 പ്രാവശ്യം കണ്ടാൽ നിങ്ങൾക്കത് അറിയാൻ പറ്റത്തില്ല. നമ്മൾ നോർമലി പണ്ട് എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, നമ്മുടെ കയ്യിൽ ബുക്സ് ഓർ മറ്റേ വീഡിയോസ് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ലൈവ് മാർക്കറ്റിൽ പോയി കമ്പയർ ചെയ്യും. ഫസ്റ്റ് മൂവ് എങ്ങനെ, തേർഡ് മൂവ് എങ്ങനെ, ഫോർത്ത് മൂവ് എങ്ങനെ. അത് ഒരു ദിവസത്തിൽ 5-10 പ്രാവശ്യം കണ്ടാലും നമുക്ക് ക്രോസ് ചെക്ക് ചെയ്യണം. വീഡിയോ എടുക്കുക, അത് ഇപ്പോൾ ഈ ലേറ്റസ്റ്റ് ടൈമിലും വീഡിയോസാണ്. സോ നിങ്ങൾ എന്ത് ചെയ്യുക, വീഡിയോ എടുക്കുക, ലൈവ് മാർക്കറ്റ് നോക്കണം. ഫസ്റ്റ് മൂവ് എങ്ങനെ പറഞ്ഞേക്കുന്നത്, ഇതിങ്ങനെയാണ് പറഞ്ഞേക്കുന്നത്. സെക്കൻഡ് മൂവ് എങ്ങനെ പറഞ്ഞാൽ താഴേക്ക് വരും, അതിങ്ങനെ താഴേക്ക് തന്നെ വരുന്നുണ്ടോ ഇല്ലയെന്ന്. തേർഡ് മൂവ് നന്നായിട്ട് മുകളിലേക്ക് പോകുന്നുണ്ടോ ഇല്ലയെന്ന്. അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. എന്നിട്ട് പിന്നെ അതിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷൻ കമൻറ്റ് ചെയ്താൽ മതി. ഓക്കെ, പിന്നെ ഞാൻ അപ്കമിങ് വീഡിയോസിൽ നിങ്ങളുടെ കൂടെ മറ്റേ എൻ്റെ ഇൻസ്റ്റ ID ഞാൻ ഷെയർ ചെയ്ത് തരാം, ഇൻസ്റ്റാഗ്രാമിൻ്റെ. അപ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റ്ലി കമൻറ്റ് ചെയ്യാൻ പറ്റും. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് എന്നെ കമൻറ്റ് ചെയ്യുക, അതിൻ്റെ റിപ്ലൈ ഡയറക്റ്റ് ഞാൻ നിങ്ങൾക്ക് തരും. സോ ഡയറക്റ്റ്ലി നമുക്ക് ഒരു ചാറ്റ് ചെയ്യാൻ പറ്റും. എന്തെങ്കിലും കൺഫ്യൂഷൻ കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ്ലി നമുക്ക് ചാറ്റ് ചെയ്ത് അതിൻ്റെ ആൻസർ ഞാൻ നിങ്ങളുടെ കൂടെ ഷെയർ ചെയ്യാം. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ ആരെങ്കിലും എന്ത് കമൻറ്റ് ചെയ്താലും അതിൻ്റെ റിപ്ലൈ ഞാൻ തീർച്ചയായിട്ടും തരാറുണ്ട് കേട്ടോ. സോ അതിൽ ആരും ഒന്നും ഇത് വിചാരിക്കണ്ട കേട്ടോ. ഇനി ഞാൻ ഫിബനാച്ചി വെച്ച് കാണിച്ചു തരാം. ഫിബനാച്ചി വെച്ചിട്ട് നമ്മുടെ ഇത് കണ്ടോ, കറക്റ്റ് യെസ് 61.80% കറക്റ്റ് ലാസ്റ്റിൽ സപ്പോർട്ട് എടുത്തുകൊണ്ടിരിക്കുകയാണ്, കണ്ടോ. സോ ഇത് ഇവിടെ കണ്ടോ 50% ഫിബനാച്ചിയുടെ കണ്ട ലെവൽ 50%. നമ്മൾ ടോപ്പ് ടു ഹൈ കറക്റ്റ് ബോട്ടം പിടിച്ചാൽ ബോട്ടം ടു ടോപ്പ് കറക്റ്റ് പിടിച്ച് കഴിഞ്ഞാൽ കണ്ടോ, ഇവർ 50%-ൽ കണ്ടോ കറക്റ്റ് അവിടെ വന്ന് ഇവിടെ ഈ ഒരു ഏരിയയിൽ കണ്ടോ, ഈ ഒരു ഗ്രീൻ ആണ് കണ്ടോ കറക്റ്റ് സപ്പോർട്ട് എടുക്കും. ഇതൊക്കെ മാജിക്കാണ്. നമുക്ക് കറക്റ്റായിട്ട് ഫിബനാച്ചി നമുക്ക് യൂസ് ചെയ്യാൻ നമുക്ക് അറിയുകയാണെങ്കിൽ, പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു ചെറിയ കുഞ്ഞു മൂവ്സ് സപ്പോർട്ട് ഇവിടെ എടുക്കുന്നു, ഓട്ടോമാറ്റിക്കലി നമ്മുടെ നമ്മുടെ ലെവൽസിൽ റെസ്പെക്റ്റ് ചെയ്യാൻ തുടങ്ങും. ഫിബനാച്ചി ലെവൽസിൽ റെസ്പെക്റ്റ് ചെയ്യണം. ഇപ്പം വേറെ സപ്പോർട്ടും വേറെ റെസിസ്റ്റൻസും നിങ്ങൾക്ക് തപ്പേണ്ട ആവശ്യമൊന്നുമില്ല. ഈ അപ്കമിങ് ടൈമിൽ ശരിക്കും നിങ്ങൾക്ക് എൻ്റെ വീഡിയോസും വേണ്ടി വരില്ല. അത്രയ്ക്ക് ഓപ്പൺലിയാണ് നിങ്ങളുടെ കൂടെ ഓരോരോ അനലൈസിസ്, ഓരോരോ വീഡിയോസ് നിങ്ങളുടെ കൂടെ ഷെയർ ചെയ്യുന്നത്. നിങ്ങൾ എല്ലാവരും ഇൻ ഫ്യൂച്ചർ അനലിസ്റ്റ് ആവണം, മനസ്സിലായോ? അങ്ങനെയാണ് ശരിക്കും ഒരു ലേണിംഗ് വീഡിയോസ് നിങ്ങളുടെ കൂടെ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. അങ്ങനത്തെ വീഡിയോസാണ് ഷെയർ ചെയ്യുന്നത്. സോ പ്രോപ്പറായിട്ട് കാണുകയാണെങ്കിൽ മാത്രമേ ആ ഒരു ലെവലിലേക്ക് നിങ്ങൾ എത്തുകയുള്ളൂ. പ്രോപ്പറായിട്ട് എല്ലാം കാണണം. ഓക്കെ, സോ കണ്ടോ ഇവിടെ സപ്പോർട്ട് എടുക്കുന്നു, ആൻഡ് ദെൻ വീണ്ടും ബൗൺസ്, റെസിസ്റ്റൻസ് എടുത്തു. കറക്റ്റ് ഫിബനാച്ചിയുടെ ആ ഒരു ലെവൽ നമ്മുടെ റെസിസ്റ്റൻസിൽ ഉണ്ടായിരുന്നു ഐ തിങ്ക്. ആൻഡ് ദെൻ വീണ്ടും താഴേക്ക് വന്നു, ആൻഡ് സപ്പോർട്ട് എടുക്കുന്നത് കറക്റ്റ് ആ ഒരു ഏരിയ തന്നെയാണ്. താഴേക്ക് ഇവിടെ വരെ പോകാറുണ്ട്,
താഴേക്ക് പോകുന്നത് ശരിക്കും 81.00% വരെ. ഓക്കെ, ഇത്ര വരെ മാക്സ് ടു മാക്സ് പോകാറുണ്ട്. റെയർ കേസസിൽ ഫിബൊനാച്ചിയുടെ നമ്മുടെ ഈ ഒരു ബോട്ടം അവിടെ വരെ വരും. ആ സമയത്ത് എങ്ങനെ എപ്പോഴാണ് വരുന്നത് അറിയാമോ? അത് വരുന്നത് നമ്മുടെ ട്രാപ്പ് ചെയ്യാൻ വേണ്ടിയാണ്. മനസ്സിലായോ? ഡബിൾ ബോട്ടം ഉണ്ടാക്കാൻ. ഓക്കെ, അങ്ങനെയല്ലേ നിങ്ങൾ നോർമൽ ലാംഗ്വേജിൽ നമ്മൾ പറയുന്നത് ഡബിൾ ബോട്ടം. സോ ഡബിൾ ബോട്ടം ഉണ്ടാക്കാൻ വേണ്ടി റെയർ കേസിൽ ഇവിടെ വരെയൊക്കെ പറയാറുണ്ട്. അങ്ങനെ വരട്ടെ. പക്ഷെ നമ്മൾ എപ്പോഴും കയറേണ്ടത് എങ്ങനെയാണ്, നമ്മൾ ബൈ ചെയ്യേണ്ടത് എങ്ങനെയാണ്, അതൊക്കെ എല്ലാം ഒരു വീഡിയോ, അപ്കമിങ് വീഡിയോസ് നിങ്ങളുടെ കൂടെ ഞാൻ ഷെയർ ചെയ്യും. അത് പെട്ടെന്ന് ഷെയർ ചെയ്യാൻ പറ്റില്ല, കാരണം ഫസ്റ്റ് നിങ്ങൾ പഴയ വീഡിയോസ് കാണണം. ഏത് പ്ലേലിസ്റ്റിലുള്ള ലേണിംഗ് വീഡിയോസ് അത് ബൈ ഹാർട്ട് ചെയ്യണം. അതാണ് നിങ്ങളുടെ ബേസിക് കോഴ്സസ്. നിങ്ങൾ ബേസിക് അതാണ് പഠിക്കേണ്ടത്. അതിൽ പാസ്സായി, അതിൽ ലെവൽ എല്ലാം ബൈ ഹാർട്ട് ആയി കഴിഞ്ഞാൽ അതൊക്കെ എല്ലാം മനസ്സിലാക്കി കഴിഞ്ഞാലാണ് നിങ്ങൾക്ക് ബാക്കി അപ്കമിങ് വീഡിയോസ് എനിക്ക് തരാൻ പറ്റത്തുള്ളൂ. എനിക്ക് തരാൻ മടിയൊന്നുമില്ല, പക്ഷേ അതൊന്നും മനസ്സിലാവുകയില്ല. ഇപ്പോൾ എല്ലാ വീഡിയോസ് അങ്ങാടി കോലാസ്പായി പോകും. എൻ്റെ ചാനലിൽ 2, 3, 5 പേർ മര്യാദയ്ക്ക് പഠിച്ചാൽ മതി. മനസ്സിലായി? എനിക്കത് പറയാനുള്ളൂ. 5, 10 പേർ മര്യാദയ്ക്ക് ഒന്ന് പഠിച്ചാൽ മതി. മര്യാദയ്ക്ക് ശരിക്കും ഞാൻ എന്താ പറയണത് അതനുസരിച്ചൊന്ന് പഠിച്ചാൽ മതി. നിങ്ങൾ തന്നെ അനലൈസ്ഡ് ആകും, തന്നെ ഒക്കെ മനസ്സിലാകും നിങ്ങൾക്ക്. ഓക്കെ, പിന്നെ വേറെ പറയാനുള്ളത്, നമ്മുടെ എപ്പോഴും മാർക്കറ്റിൽ ബൈ ചെയ്യാൻ നേരത്തെ നമ്മൾ ചേഞ്ച് ഓഫ് ക്യാരക്ടർ ചോദിച്ചു എന്ന് പറഞ്ഞ വീഡിയോ ഞാൻ ഈ മാർക്കറ്റ് സ്ട്രക്ചർ ഒരു വീഡിയോ ഞങ്ങളുടെ കൂടെ ഞാൻ ഓൾറെഡി ഷെയർ ചെയ്തിട്ടുണ്ട്. അത് എപ്പോഴാണ് മാർക്കറ്റിൽ സ്ട്രക്ചർ ആവണത്, മാർക്കറ്റ് സ്ട്രക്ചർ എപ്പോഴാണ് ചേഞ്ച് ആവുന്നത്, BOS എപ്പോഴാണ് ആവണത്, അതനുസരിച്ച് വേണം നമ്മൾ എപ്പോഴും ബൈ എടുക്കേണ്ടത്. ഓക്കെ, BOS എപ്പോഴാണ് ആവണത്. ഇപ്പോൾ ഇനി ഇൻ ഷോർട്ട് ഞാൻ പറഞ്ഞു തരാം. ഇവിടെ കണ്ടോ, മാർക്കറ്റ് താഴേക്ക് വന്നു, സപ്പോർട്ട് എടുക്കുന്നു, മുകളിലേക്ക് പോയി, വീണ്ടും താഴേക്ക് വന്നു. സോ ഇവിടെ ബുള്ളിഷ് സ്ട്രക്ചറിൽ ഇതിൻ്റെ അബവ് പ്രൈസ് ഹിസ്റ്ററിയിലായാലും പ്രൈസ് മുകളിലേക്ക് പോകുള്ളൂ. BOS ആയിട്ടില്ല. ബ്രേക്ക് ഔട്ട് ഓഫ് സ്ട്രക്ചർ, ചേഞ്ച് ഓഫ് ക്യാരക്ടർ, നിങ്ങളുടെ നോർമൽ ലാംഗ്വേജിൽ അതൊന്നും ആയിട്ടില്ല. സോ മാർക്കറ്റ് സ്ട്രക്ചർ വീക്ക് അല്ലേ. സോ ലോവർ ലോ ആണ് അടിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, സോ ഈ ഒരു ലോ ബ്രേക്ക് ചെയ്തു, ദെൻ വീണ്ടും ബിയറിഷായി. കണ്ടോ, ഈ ഒരു ലോ ബ്രേക്ക് ചെയ്തു, ദെൻ മീൻസ് വീണ്ടും ബിയറിഷായി. സോ ബൈങ് സിഗ്നൽ എവിടെയെങ്കിലും ഇല്ല. ഇത് കണ്ടോ, ഈ ലോ ബ്രേക്ക് ചെയ്തു, ഇവിടെ ബൗൺസ് ചെയ്തു. ദാറ്റ് മീൻസ് ഈ ലോ ബ്രേക്ക് ചെയ്തു, ദാറ്റ് മീൻസ് വീക്ക്നെസ് ആണ്. ഓക്കെ, എന്നിട്ട് വീണ്ടും കണ്ടോ ഇവിടെ റെസിസ്റ്റൻസ് എടുത്തുകൊണ്ടിരിക്കുന്നതാണ്. ഈ ലോ ഇവിടെ വീണ്ടും റെസിസ്റ്റൻസ് ആയി 51,100. ഇവിടെ റെസിസ്റ്റൻസ് ഉണ്ടായിരുന്നു, ഇത് റെസിസ്റ്റൻസ് ഉണ്ടായിരുന്നു, സപ്പോർട്ട് എന്തിന് ഇപ്പോൾ റെസിസ്റ്റൻസ് മാറി താഴേക്ക് വന്ന് റെസിസ്റ്റൻസ് എടുത്തുകൊണ്ടിരിക്കുന്നതാണ് പ്രൈസ്. സോ ഇതാണ് മാർക്കറ്റിന് ബൈ എപ്പോഴാണ് ചെയ്യേണ്ടത്. അത് പഴയ വീഡിയോസ് എല്ലാം നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസിലി അതൊക്കെ മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, സോ ഇനി പ്രൈസിൽ ഇതിനകത്ത് വരെ പ്രത്യേകിച്ച് എനിക്ക് പറയാനുള്ള. ബട്ട് യെസ്, ബാങ്ക് നിഫ്റ്റിയിൽ ഞാൻ ഓവറോൾ സ്ട്രക്ചർ ഒന്ന് ഷെയർ ചെയ്തേക്കാം. ബാങ്ക് നിഫ്റ്റി ശരിക്കും നമ്മൾ നോക്കുകയാണെങ്കിലുണ്ടല്ലോ നല്ല ഒരു മറ്റേ ഇതിലേക്കാണ്, ട്രയാങ്കിൾ പാറ്റേണിലാണ്. ഇത് കണ്ടോ. സോ ബാങ്ക് നിഫ്റ്റിയിൽ അപ്കമിങ് ടൈമിൽ നല്ല ഒരു മൂവ് നമുക്ക് കിട്ടും. ഓക്കെ, അപ്കമിങ് ടൈമിൽ നല്ല മൂവ് ബാങ്ക് നിഫ്റ്റിയിൽ കിട്ടും. നിഫ്റ്റിനെക്കാളും ഹ്യൂജ് മൂവ് ബാങ്ക് നിഫ്റ്റിയിൽ കിട്ടും. ബട്ട് ബാങ്ക് നിഫ്റ്റി ട്രാപ്പ് ചെയ്തിട്ട് പോവുള്ളൂ. താഴേക്ക് വന്നിട്ട് കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു വ്യൂവർ ഉണ്ടായിരുന്നു, ആ കമൻറ്റ് സെക്ഷനിൽ വേണ്ടി ഇത് ചോദിച്ചായിരുന്നു, ബാങ്ക് നിഫ്റ്റി 54,000 വരെയൊക്കെ പോകും, ഇല്ല എന്നല്ല, ബട്ട് ട്രാപ്പ് ചെയ്തിട്ട് പോവുള്ളൂ. ഡയറക്റ്റ് പോകാൻ ചാൻസസ് ഇത്തിരി കുറവാണ്. ബാങ്ക് നിഫ്റ്റിയിൽ എനിക്ക് ഞാൻ ഒന്ന് പറഞ്ഞേക്കാം. ബട്ട് ബാങ്ക് നിഫ്റ്റി ഒത്തിരി വോളറ്റൈൽ മാർക്കറ്റാണ്. അപ്പോൾ അതിൻ്റെ അനലൈസിസ് നമ്മൾ ഷെയർ ചെയ്താൽ നിങ്ങളെ SL കൂടുതൽ പോകും. അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ അതിലേക്ക് പറയാത്തത്. ബട്ട് ബാങ്ക് നിഫ്റ്റി ഇപ്പോൾ കാണുന്നത് ആക്ച്വലി ഈ ഒരു എക്സ്പെൻഡിങ് ഇത് കണ്ടോ, ഞാൻ വരച്ച് ജസ്റ്റ് ഒന്ന് അനലൈസിസ് ഇതിൻ്റെ ഞാൻ ജസ്റ്റ് ഷെയർ ചെയ്യുന്നുള്ളൂ കേട്ടോ. ഇങ്ങനത്തെ ഒരു എക്സ്പെൻഡിങ് ട്രയാങ്കിളാണ് ഇപ്പോൾ ബാങ്ക് നിഫ്റ്റി ഉള്ളത്. ഓക്കെ, സോ ബാങ്ക് നിഫ്റ്റി മോസ്റ്റ്ലി വീണ്ടും താഴേക്ക് ഇവിടെ വരെ വരാനുള്ള ചാൻസസ് ഉണ്ടാകും. മുകളിൽ പോയി താഴെ വന്നിട്ട് പിന്നെ മുകളിലേക്ക് പോകുമോ, അതാണ് നോക്കാനുള്ളത്. ഓക്കെ, സോ ഈ സമയത്ത് ഈ ഒരു ടൈമിങ്ങിൽ
ഇത് എക്സ്പാൻഡിങ് ട്രാങ്കിലാണ്. ഈ എക്സ്പാൻഡ് പ്രൈസ് കണ്ടോ, താഴെ വന്നു മുകളിൽ പോയി, പിന്നെ താഴെ വന്നു പിന്നെ മുകളിൽ പോയി, പിന്നെ താഴെ വന്നു സപ്പോർട്ട് എടുക്കുന്നു. ഇനി ഈ കൺഫ്യൂസിങ് സ്ട്രക്ചറാണ്. എങ്ങനെ എക്സ്പാൻഡിങ് ട്രാങ്കിൾ നമുക്കൊന്നും പറയാൻ പറ്റില്ല. മുകളിൽ പോയാൽ റെസിസ്റ്റൻസ് എടുത്താൽ താഴേക്ക് വരാനുള്ള ചാൻസ്, താഴേക്ക് വന്ന് ഇവിടുന്ന് സപ്പോർട്ട് എടുത്താൽ വീണ്ടും മുകളിലേക്ക് പോകാനുള്ള ചാൻസസ് ഉണ്ടാകും. ഞാൻ പറഞ്ഞു ഇവിടെ സ്മോൾ ടൈം ഫ്രെയിം സ്ട്രക്ചറിൽ പ്രൈസ് ചിലപ്പോൾ ഇവിടെ വന്നാൽ ബൈങ് ജനറേറ്റ് ആവാനുള്ള ചാൻസസ് ഉണ്ടാകും, ഓർ പിന്നെ താഴേക്ക് വന്നാൽ ഡബിൾ ബോട്ടം ഉണ്ടാക്കിയിട്ട് വീണ്ടും മുകളിലേക്ക് പോകാനുള്ള ചാൻസസ് ഉണ്ടാകും. സോ അതാണ് ഇനി ബാങ്ക് നിഫ്റ്റിയിൽ നമുക്ക് നോക്കാൻ ഉള്ളത്. യെസ്, ഈ ഒരു സപ്പോർട്ട് ട്രെൻഡ് ലൈൻ ബാങ്ക് നിഫ്റ്റിയിൽ മാർക്ക് ചെയ്ത് വെച്ചോളൂ കേട്ടോ. സോ ഇവിടെ നിന്ന് സപ്പോർട്ട് എടുത്ത് കയറുന്നു, അതാണ് ബാങ്ക് നിഫ്റ്റിയിൽ നോക്കാനുള്ളത്. സോ ഫോർ 1 hour ചാർട്ടിൽ, സ്മോൾ ടൈം ഫ്രെയിമിൽ 1 hour ചാർട്ടിൽ ഇത് തന്നെ ഇവിടുന്ന് ബൈങ് ജനറേറ്റ് ആവാനുള്ള ചാൻസസ് ഉണ്ടാകും. ഇതിൻ്റെ ബിലോ പോയാൽ സസ്റ്റെയിൻ ആവാൻ തുടങ്ങിയാൽ ഈ ഒരു ലോ ഓർ ഈ സപ്പോർട്ട്, ഈ ഒരു വലിയ ടൈം ഫ്രെയിമിൽ സപ്പോർട്ട് ട്രെൻഡ് ലൈൻ വരുന്നുണ്ടല്ലോ, ഇതിൻ്റെ ബിലോ സസ്റ്റെയിൻ ആവാൻ തുടങ്ങിയാൽ ദാറ്റ് മീൻസ് അപ്പോൾ സ്ട്രക്ചർ വേറെ ടൈപ്പ് ആയിരിക്കും, മാറും. ദാറ്റ് മീൻസ് നല്ലൊരു വീക്കിലേക്ക് പോകും, വീക്ക് സ്ട്രക്ചർ ആകും അപ്പോഴത്തേക്ക്. ഓർ ഇവിടെ സസ്റ്റെയിൻ ചെയ്യണമെങ്കിൽ ഈ ലോ സസ്റ്റെയിൻ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ദാറ്റ് മീൻസ് ഇവിടുന്ന് വീണ്ടും നല്ലൊരു മൂവ്, നിഫ്റ്റിൻ്റെക്കാളും നല്ലൊരു മൂവ് ബാങ്ക് നിഫ്റ്റി ബ്ലാസ്റ്റിംഗ് മൂവ് തരും. ബട്ട് ഇവിടുന്ന് ബൈങ് ജനറേറ്റ് ആവണം. ഓക്കെ, നോക്കാം. ഇനി ബാങ്ക് നിഫ്റ്റിയിൽ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. നമ്മൾ ക്രൂഡ് ഓയിലിലേക്ക് പോകാം. യെസ്, ഇത് ക്രൂഡ് ഓയിലാണ്. വീഡിയോ ഒത്തിരി ലോങ് ആയിക്കൊണ്ടിരിക്കുന്നത്, ബട്ട് ഇപ്പോൾ എൻ്റെ കയ്യിൽ എനിക്ക് സമയമുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഈ സ്ട്രക്ചർ ഈ ഒരു വീഡിയോ ഫുൾ നിങ്ങളുടെ കൂടെ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. യെസ്, ക്രൂഡ് ഓയിൽ ഞാൻ ഇത്രയ്ക്ക് കൊടുത്തായിരുന്നു ലെവൽസ്. റെസിസ്റ്റൻസ് എടുത്തു, താഴേക്ക് വന്നു, സപ്പോർട്ട് എടുക്കുന്നു. ഈ ഒരു നമ്മുടെ ഞാൻ ഈ ഒരു ചാനൽ കൊടുത്തിട്ടുണ്ടായിരുന്നു, കറക്റ്റ് അവിടെ നിന്ന് ഓൾമോസ്റ്റ് സപ്പോർട്ട് എടുക്കുന്നു. ദെൻ വീണ്ടും പ്രൈസ് മുകളിലേക്ക് പോകുന്നു. ക്രൂഡ് ഓയിൽ ആക്ച്വലി ഈ ഒരു സമയത്ത് വോളറ്റിലിറ്റി വളരെ കുറവാണ്. സോ അതുകൊണ്ട് നോക്കിയിട്ട് വേണം ട്രേഡ് ചെയ്യാൻ. നോർമലി പാറ്റേൺസ് ഉണ്ടാവാറുണ്ട്, നോർമലി ഒരു പാറ്റേൺ ഫോം ചെയ്യാറുണ്ട് ക്രൂഡ് ട്രയാങ്കിൾ പാറ്റേൺ, ചാനൽ, അങ്ങനെയൊക്കെ ഞാൻ റീൽസ് പണ്ട് ഇട്ടുകൊണ്ടിരിക്കാറുണ്ട്. ബട്ട് ഇപ്പോൾ വോല്യൂം കുറവായതുകൊണ്ടും വോളറ്റിലിറ്റി കുറവായതുകൊണ്ട് ക്രൂഡ് ട്രാപ്പ് ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനത്തെ ഒരു ബ്ലാസ്റ്റിംഗ് മൂവ് കിട്ടുന്നില്ല, അല്ലെങ്കിൽ അതിലൊരു ബ്ലാസ്റ്റിംഗ് മൂവ്സ് ഒക്കെ കിട്ടുമായിരുന്നു. അതുകൊണ്ട് ഞാൻ റീൽസ് ഇപ്പോൾ ഇടുന്നില്ല. ക്രൂഡ് നമ്മുടെ മുകളിലേക്ക് പോകാനുള്ള ചാൻസസ് കൂടുതലാണ്. കണ്ട മുകളിലേക്ക് ആ റെസിസ്റ്റൻസ് ഏരിയയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നതാണ്. റെസിസ്റ്റൻസ് ആ ട്രെൻഡ് ലൈനിൻ്റെ കണ്ട ഇവിടെ നിന്ന് വരുന്നത് ഈ ഒരു ഏരിയ മുകളിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നതാണ്. കണ്ട, സോ വീക്ക്നെസ് സ്റ്റിൽ ഒരു വീക്ക്നെസ് ഇല്ല ക്രൂഡിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ. യെസ്, ഈ ഇപ്പോൾ അടിച്ച ഹൈ ഇതൊരു റെസിസ്റ്റൻസ് ആണ്. ഇത് കണ്ട, ഈ റെഡ് ക്യാൻഡിൽ കണ്ട, അതൊരു റെസിസ്റ്റൻസ് ആണ് ഇപ്പോൾ ഉള്ളത്. യെസ്, ഓക്കെ. സോ പിന്നെ സപ്പോർട്ട് ഇത് കറക്റ്റാക്കി നമ്മളിങ്ങനെ മാർക്ക് ചെയ്ത് വെച്ചാൽ 6325 ഇത് സപ്പോർട്ടാക്കി മാർക്ക് ചെയ്യുക. ഓക്കെ, ഈ ഒരു റെഡ് ക്യാൻഡിൽ ദാറ്റ് മീൻസ് അവിടെ നിന്ന് ഒരു സെല്ലിംഗ് പ്രഷർ ജനറേറ്റ് ആകുന്നത്, അതാണ് ആ ഒരു സപ്പോർട്ടായിട്ട് ഇങ്ങനെ മാറിയിരിക്കുന്നത്. പിന്നെ ഈ സപ്പോർട്ട് ഇത് ഇവിടേക്ക് ഷിഫ്റ്റ് ചെയ്യുക, ഈ സപ്പോർട്ട് ഇവിടേക്ക് 6290. ഓക്കെ, വീക്ക്നെസ് ഇപ്പോൾ ക്രൂഡിൽ നിലവിലില്ല. ബാക്കി എന്തെങ്കിലും ന്യൂസ് വന്നു കഴിഞ്ഞാൽ ഓക്കെ, ന്യൂസ് ബേസിൽ പ്രൈസ് മുകളിലേക്ക് പോവുകയാണെങ്കിൽ നോക്കേണ്ടി വരും നമുക്ക്. ഓക്കെ, 1 hour ചാർട്ടിൽ നോക്കാം. ഐ തിങ്ക് ബാക്കി ലെവൽസൊക്കെ ഞാൻ ക്രൂഡിൽ നിങ്ങളുടെ കൂടെ കറക്റ്റായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട്. വേറെ ചേഞ്ചസ് ഒന്നും ഇല്ല ക്രൂഡിൽ, റെസിസ്റ്റൻസ് കാര്യങ്ങളൊക്കെ എല്ലാം. യെസ്, ഇപ്പോൾ നിയറസ്റ്റ് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ഇത് തന്നെ ഉള്ളൂ ക്രൂഡിൽ. ഓക്കെ, ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ക്രൂഡിൻ്റെ ലെവൽസ് കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്തത്. ബാക്കി ഒക്കെ കറക്റ്റ് തന്നെയാണ്. കൗണ്ട് ചെയ്യാൻ തുടങ്ങിയാൽ ഇപ്പോൾ ഇതിനകത്തൊന്നും ഇല്ല. ഇതിൻ്റെ ബ്രേക്ക് ഔട്ടായി സ്ട്രക്ചർ. ഇതിൻ്റെ ബിലോ പോയാൽ മാത്രമേ വീക്ക്നെസ് തുടങ്ങുള്ളൂ. 6240. ഓക്കെ, ഇതിൻ്റെ ബിലോ പോവുകയാണെങ്കിൽ മാത്രമേ ഈ ഒരു ലോ, ദാറ്റ് മീൻസ് അപ്പോൾ ചേഞ്ച് ഓഫ് ക്യാരക്ടർ ആവും. ഈ ലോ ബിലോ സസ്റ്റെയിൻ ആവാൻ തുടങ്ങിയാൽ 6250 ബിലോ സസ്റ്റെയിൻ ആവാൻ തുടങ്ങിയാൽ മാത്രമേ ക്രൂഡിൽ വീക്ക്നെസ് സ്റ്റാർട്ട് ആവുള്ളൂ. അതർവൈസ് നമ്മൾ നോക്കിയിട്ട് സപ്പോർട്ടിൽ വന്നാൽ വീണ്ടും കൺഫർമേഷൻ കിട്ടാൻ ബൈ തന്നെ നോക്കുക. റെസിസ്റ്റൻസ് ഇവിടെ വരെയാണ്. ഇത് റെസിസ്റ്റൻസ് ബ്രീച്ച് ചെയ്താൽ 6400, ദെൻ കുറച്ചുകൂടി മുകളിലേക്ക് ഈ ഒരു ഏരിയ വരെ നോക്കാം. ഓക്കെ, ബാക്കി ലെവൽസൊക്കെ എല്ലാം ഇതിനകത്തുണ്ട് കേട്ടോ. സോ വേറെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ബാക്കി വീഡിയോസ് ബാക്കി ചാർട്ടിൻ്റെ അനാലിസിസ് നിങ്ങൾക്ക് വേണമെങ്കിൽ പ്ലീസ്
കമൻറ്റ് ചെയ്താൽ മതി നമ്മുടെ മിഡ് ക്യാപ് നിഫ്റ്റി ഓർ സെൻസെക്സിൻ്റെ. സോ ഞാൻ അതുകൂടി നിങ്ങളുടെ കൂടെ ഷെയർ ചെയ്യും. ഓക്കെ, സോ സീൻ യു നെക്സ്റ്റ് വീഡിയോ. ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ദ ചാനൽ. താങ്ക് യു.